വ്യവസായ ഏകോപന സമിതിയുടെ കടയടപ്പ് സമരം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഏതൊക്കെ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ സമരവും? KP 29ഓളം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ബഡ്ജറ്റിൽ ചെറുകിട മേഖലയെ പൂർണ്ണമായി അവഗണിച്ചു എന്നൊരു ആക്ഷേപം അവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ചെറുകിട വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന ആക്ഷേപം ആദ്യഘട്ടം മുതൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉന്നയിക്കുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഒരു പ്രതിഷേധ മാർച്ചൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ മാർച്ചാണ് ഇന്ന് വൈകിട്ടോടുകൂടി തലസ്ഥാനത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കുന്നത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ കടയടപ്പ് സമരം ആരംഭിച്ചിട്ടുണ്ട്. കടയടപ്പ് സ്വാഭാവികമായും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന കാര്യത്തിലൊക്കെ സംശയമില്ല. വൈകിട്ടോടുകൂടി പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഇത്തരത്തിലൊരു വലിയ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കടയടപ്പ് സമരം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ബഡ്ജറ്റിലടക്കുന്നവർക്ക് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി 29ഓളം ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ തലസ്ഥാനത്ത് പ്രധാനമായും സംസ്ഥാനത്താകെ ഈ സമരം നടക്കുന്നുണ്ടെങ്കിലും തലസ്ഥാനത്തൊരു പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തയ്യാറായിരിക്കും.